വീണ്ടും കടമെടുക്കാനൊരുങ്ങി സംസ്ഥാന ധനകാര്യ വകുപ്പ് 1920 കോടിക്കായി കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനുള്ള ലേലം ഫെബ്രുവരി 25-ന്. ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജനം ബ്രേക്കിംഗ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പ് വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ്. 1920 കോടിക്കായി കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനുള്ള ലേലം ഈ മാസം 25-നാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ജീവനത്തിനായുള്ള പ്രതിസന്ധിയുടെ പേരിലാണ് സർക്കാർ വീണ്ടും കടമെടുപ്പിന് ഒരുങ്ങുന്നത്. 40,000 കോടി രൂപയുടെ കടം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അത് കൂടാതെയാണ് ഇപ്പോൾ വീണ്ടും ഈ വർഷം എടുത്തു കഴിഞ്ഞിരിക്കുന്നത്. കൂടാതെയാണ് 1920 കോടി രൂപ കടമെടുക്കാൻ വീണ്ടും ഒരുങ്ങുന്നത്. സർക്കാർ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത് എന്ന് പറയുമ്പോൾ പോലും സർക്കാരിൻ്റെതായിട്ടുള്ള മിസ്മാനേജ്മെന്റ് വളരെ കൂടുതലാണ്. പല കാര്യങ്ങളിലും സർക്കാർ അത്തരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും എടുത്തു പറയുന്നത് PSC അടക്കം ഇത്തരത്തിൽ വാരിക്കോരി തുക ചെലവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ വലിയ രീതിയിൽ സർക്കാരിന്റെ മിസ്മാനേജ്മെന്റിനെതിരെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി അടക്കം വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ കോടികൾ വീണ്ടും എടുക്കുന്ന സാഹചര്യം. കടമെടുക്കുന്നത് പോലും, ഇത്തരത്തിൽ കടമെടുക്കുന്ന തുക പോലും അതിന്റെ കൃത്യമായ രീതിയിൽ, നേരായ രീതിയിൽ ചിലവഴിക്കാൻ സർക്കാരിന് കഴിയുന്നുമില്ല. ഇഷ്ടക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്നതല്ലാതെ ഈ മറ്റ് ആവശ്യമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കുന്ന മുടങ്ങി കിടക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ റേഷൻ കടയിലെയും അതോടൊപ്പം അംഗൻവാടി തൊഴിലാളികൾ ഇത്തരത്തിൽ ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കാൻ കിടക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ആശാ വർക്കർമാരടക്കം സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് സർക്കാർ വീണ്ടും ഈ കടമെടുക്കുന്നത്. എന്നാൽ ഈ കടമെടുക്കുന്ന തുകയൊന്നും കൃത്യമായ രീതിയിൽ, നേരായ രീതിയിലേക്ക് നീങ്ങുന്നില്ല, അല്ലെങ്കിൽ അതിന് ചിലവഴിക്കുന്നില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായി പറയുന്നത്. വീണ്ടും സർക്കാർ ഇത്തരത്തിൽ കടമെടുപ്പുമായി പോകുകയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി അറിയാൻ കഴിയുന്നത്. 1920 കോടി രൂപയാണ് വീണ്ടും കടമെടുപ്പിനായി സർക്കാർ അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 40,000 കോടി രൂപയിലധികം ഇപ്പോൾ ഈ കടമെടുത്ത് കഴിഞ്ഞു. അത് കൂടാതെയാണ് വീണ്ടും 1920 കോടി രൂപയുടെ കടമെടുപ്പുമായി സർക്കാർ നീങ്ങുന്നത്. നിഖിൽ. ശരി പ്രശാന്ത, വീണ്ടും കടമെടുക്കാനൊരുങ്ങി സംസ്ഥാന ധനകാര്യ വകുപ്പ് 1920 കോടിക്കായി കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനുള്ള ലേലം ഫെബ്രുവരി 25-ന്. ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് 40,920 കോടിയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. നൽകുകയായിരുന്നു തിരുവനന്തപുരത്തും പ്രശാന്ത് ശങ്കരമംഗലത്ത്.